നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മധുരമാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു 4 ചേരുവകളുള്ളൂ. അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്, അവലുണ്ട. ഈ അവലുണ്ട നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉണ്ടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അവലുണ്ട ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ശർക്കര വേണം നമുക്ക്. അപ്പോൾ ഇവിടെ ശർക്കര കത്തി വെച്ച് ചീകിയിട്ട് ഇതുപോലെ 1 കപ്പിൽ അളന്നെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഒന്ന് ചതച്ച് പൊടിച്ചിട്ടൊക്കെ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കപ്പിൽ മെഷർ ചെയ്തെടുക്കാം. ഈ 1 കപ്പ് ശർക്കര എടുക്കുമ്പോൾ ഈ ഉണ്ട ആവശ്യത്തിനൊക്കെ മധുരം ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മധുരത്തിൻ്റെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഒരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരമൊക്കെ ചേർക്കാം. ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുക്കാനായിട്ട് ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ 1 കപ്പ് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. ഇതൊന്ന് ഉരുകി വന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ശർക്കരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്ന് ഇതുപോലെ പൊന്തി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ശർക്കര എല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്കായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് അവല് അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏത് അവല് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ മട്ടവലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് അവലിട്ട് കൊടുക്കുക. വറുത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുക്കാൻ നോക്കുക. നമ്മളിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അവൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് അവൽ ഇട്ട് കൊടുത്ത് ഇളക്കാൻ തുടങ്ങുമ്പോഴേക്കും ചിലപ്പോൾ അടിഭാഗത്ത് അവൽ കരിഞ്ഞു പോവും. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇളക്കി കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം വേണമെങ്കിൽ മീഡിയത്തിലേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ മാത്രം കളർ മാറും, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇളക്കി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് ഫ്ലേവറിനായിട്ട് വേണമെന്ന് വെച്ചാൽ കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. ചിലർക്ക് ഏലക്കായുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 8 മുതൽ 9 വരെ ഏലക്കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വീട്ടിലെല്ലാവർക്കും ഏലക്കായുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു 9 ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായുടെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഏലക്കായുടെ എണ്ണത്തിന് മാറ്റമൊക്കെ വരുത്താം. അവൽ നന്നായിട്ട് വറുത്തെടുത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അവൽ നന്നായിട്ട് വറുത്ത് കിട്ടിയോന്ന് അറിയാൻ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് അതിനെ ഒന്ന് ഞെക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിയുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വറുത്ത് കിട്ടിയെന്ന് അർത്ഥം. ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് അടിഭാഗം പെട്ടെന്നൊന്ന് കളർ മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചട്ടിയിൽ തന്നെ തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ മാത്രം ചെയ്തെടുത്താൽ മതി. കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അതിനങ്ങനെ അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനൊരു പിടിയോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ചൂടായി ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആവുമെന്ന് മാത്രം. അണ്ടിപ്പരിപ്പൊക്കെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നത് നെയ്യിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ചേർക്കുകയാണെങ്കിൽ ഈ അവലുണ്ടയ്ക്ക് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊടിക്കാനായിട്ട് വെച്ചിട്ടുള്ള അവലിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പിൽ നിന്ന് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണോണ്ട് ആ സമയത്ത് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അവലും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഇതുപോലെ കുറച്ച് തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടുള്ള പൗഡറൊന്നും അല്ല നമ്മൾ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് തരിയോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഏലക്കായ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമ്മൾ ശർക്കര ഉരുക്കിയത് ഒന്ന് അരിച്ചെടുക്കണം. ഈ സമയം ആയപ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പം അതിലെ പൊടി അഴുക്ക് അങ്ങനെയുള്ളതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പയിലോ കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഈ ശർക്കരയിലോട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള 1 കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ അവൽ പൊടിച്ചു വെച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട്
നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അവൽ നമ്മൾ കുറച്ച് തരിയോട് കൂടി പൊടിച്ചെടുത്തോണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത്. ആ ശർക്കരപ്പാനി ആ തരിയുള്ള അവലിലോട്ട് ഇങ്ങനെ കുതിർന്ന് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണിത്. നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്ന സമയം മതിയാവും ഇതിനൊന്ന് സെറ്റായിട്ട് വരാൻ. ആ ശർക്കരപ്പാനി അവലിൻ്റെ ആ തരികളിലോട്ട് ഒന്ന് കുതിർന്ന് വരുമ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായിട്ട് വരും. അതായത് ഇതൊന്ന് ഉറച്ച് കിട്ടും. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പം എനിക്കിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന സമയം മതിയായിരുന്നു. ആ ശർക്കരപ്പാനിയൊക്കെ ആ തരിയുള്ള അവലിലോട്ട് ഒന്ന് കുതിർന്ന് വരാനായിട്ട്. ഇപ്പോൾ കുഴയ്ക്കുമ്പോൾ തന്നെ ഇതൊന്ന് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതായത് നല്ല ഉറച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വെള്ളം കൂടി പോയെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതൊരു 5 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായിട്ട് വരും. അതായത് ഇത് ഉണ്ടുരുട്ടാനായിട്ട് ആ പാകത്തിന് ആയിട്ട് കിട്ടും. അതല്ല നിങ്ങൾ ഫൈൻ പൗഡറൊക്കെയാണ് പൊടിക്കുന്നത് വെച്ചാൽ ആ പെട്ടെന്ന് തന്നെ അവല് ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വലിച്ചെടുത്തോളും. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടി ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഭംഗിയിൽ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലുണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൽ മധുരത്തിൻ്റെ കാര്യം, ഇപ്പോൾ നമ്മൾ 2 കപ്പ് അവലിലേക്ക് 1 കപ്പ് ശർക്കര ചീകിയതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 കപ്പ് ശർക്കര ആവശ്യത്തിന് നല്ല മധുരം തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ കഴിക്കണം, അതായത് ഉണ്ടാക്കിയ അപ്പോൾ തന്നെ കഴിക്കണം ആ ഒരു മധുരം പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് സെറ്റായിട്ട് ആവശ്യത്തിന് മധുരമായിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റമൊക്കെ വരുത്താം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങളും കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ടേസ്റ്റ് കൂടാനാണെങ്കിൽ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നറിയാം. ഒന്നും കൂടി ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.